ഞാൻ പത്രത്തിൽ കണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. ഇന്നലെ എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ ഷോർട്ട് ഫിലിമിനൊക്കെ കഥ എഴുതാറുണ്ട്. ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി തിരക്കായിരുന്നു, അതുകൊണ്ട് വരാൻ കഴിയില്ല. ഇന്ന് വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ കേട്ട ക്ലാസ്സുകളൊക്കെ എനിക്ക് വളരെയധികം സന്തോഷകരമായിരുന്നു. സെൽവമണി സാർ പറഞ്ഞ 2 കഥകളും ഞാൻ ഉൾക്കൊണ്ട് തന്നെ കേട്ടോണ്ടിരുന്നു. പക്ഷെ ആ കഥയിൽ നിന്ന് ഒരുപാട് കഥകൾ എഴുതാൻ വേണ്ടി എനിക്ക് പ്രചോദനം കിട്ടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ കഥ തന്നെ ആ അവതരണ ശൈലി, ആ മുഖത്ത ഭാവ അഭിനയങ്ങളൊക്കെ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. സാറ് പറയുന്ന ഓരോ കഥയിലെ ഓരോ അനുഭവങ്ങളും പറയുമ്പോൾ തന്നെ സാറിന്റെ കണ്ണിൽ നിന്ന് മത്സരബിന്ദുക്കൾ ഇറ്റിറ്റ് വീഴുന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ യാത്രകളെ കുറിച്ചും കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഓർത്തിടയ്ക്ക് ഞാൻ കഥകളൊക്കെ എഴുതാറുണ്ട്. അതുപോലെ പരിസരത്ത് കാണുന്ന ഓരോ സംഭവവാസങ്ങളെ കുറിച്ചും ഞാൻ എഴുതാറുണ്ട്. എൻ്റെ എഴുത്തില് ചില തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനും ആ യാത്രാപ്രവർത്തനം എനിക്ക് എങ്ങനെ എപ്പോൾ ഏത് സ്റ്റൈലിൽ എഴുതണം എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ ഇനിയും ഇങ്ങനെയൊക്കെ ഉള്ള പ്രോഗ്രാമുകൾ നടത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആ പ്രോഗ്രാമുകൾ പങ്കെടുക്കാനും ഞാൻ കുറേ കുട്ടികളെ കൂടെ പങ്കെടുപ്പിക്കാം. കാര്യം ഞാൻ ലീഗൽ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി പത്തനാപുരം പുല്ലൂർ താലൂക്കിലെ പുല്ലൂർ ലീഗൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെ ലീഗൽ അവയർനെസ് ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത്. കോളേജുകൾ, സ്കൂളുകൾ എന്നീ സ്ഥലങ്ങളിലും കുടുംബശ്രീ, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്കെല്ലാം ഞങ്ങൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ചും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ